നിയമങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരുന്ന, ഏത് കർശനമായ നിയമങ്ങൾക്കും പ്രസക്തിയില്ലാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലും സമൂഹത്തിൻ്റെ ജീവിതത്തിലും. നിയമങ്ങൾ മുഴുവൻ, നിയമങ്ങളോട് വലിയ ആദരവുണ്ടായിരുന്ന മഹാത്മാഗാന്ധി നിയമങ്ങൾ ലംഘിക്കാനാണ് പറഞ്ഞത്. നിങ്ങളൊരു നിയമം അനുസരിക്കണ്ട, ലംഘിക്കുക, സമരം ചെയ്യുക. അപ്പോൾ അവിടെ പോയി വളരെ ശാന്തനായ മനുഷ്യൻ, വളരെ സൗമ്യനായ മനുഷ്യൻ, അഹിംസയെ തൻ്റെ ജീവിതവ്രതമാക്കി സ്വീകരിച്ചിരിക്കുന്ന മനുഷ്യൻ എല്ലാവരോടും കൂടിയായിട്ട് പറഞ്ഞു ഇന്ത്യക്കാരോട്, നിങ്ങളൊരു നിയമം അനുസരിക്കേണ്ട നിയമം മുഴുവൻ ലംഘിക്കുക, നിങ്ങൾ ഗവൺമെൻറ്റോട് നിസ്സഹരിക്കുക. അത് സ്വാതന്ത്ര്യ രാഹിത്യത്തിൻ്റെ സാഹചര്യത്തിൽ, അന്യരുടെ ഭരണത്തിൻ്റെ, വിദേശികളുടെ ഭരണത്തിൻ്റെ ക്രൂരമായ സാഹചര്യത്തിൽ, ഒരു സാമ്രാജ്യത്വത്തിൻ്റെ തേർവാഴ്ച നടക്കുന്ന സവിശേഷമായ സാഹചര്യത്തിൽ നിയമം ലംഘിക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിയമം ലംഘിക്കണമെന്നല്ല, നേരെ വിപരീതമാണ് അർത്ഥം. നിയമത്തെക്കാൾ വലുതാണ് സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം വരട്ടെ എന്നാണ്. സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞിട്ട് വന്നത് നിയമം. അപ്പോൾ നിയമത്തെക്കാൾ വലുത് സ്വാതന്ത്ര്യമായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതുപോലെ ഇവിടെ ഈ നിയമങ്ങളെല്ലാം ഇല്ലാതെയായി പോവുകയാണ്, മയങ്ങി നിൽക്കുക. ഈ മയക്കി വെടി വെച്ച് നിർത്തിയിരിക്കുന്ന ആനയെപ്പോലെ നിൽക്കുകയാണ് പുരുഷന്മാരെല്ലാവരുമേ. പിന്നീട് യുദ്ധം വർണ്ണിക്കുമ്പോൾ ഇത് തന്നെ വർണ്ണിക്കും വ്യാസൻ. പിടിയാനയ്ക്ക് വേണ്ടി കുത്തുപിടിക്കുന്ന മതയാനകളെപ്പോലെ വീരന്മാരായ ക്ഷത്രിയന്മാർ പൊരുതി എന്നാണ്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്നാലും അർജുനൻ ലക്ഷ്യം ഭേദിച്ചു. പിന്നെ അവർക്ക് അവരുടെ കാര്യത്തിന് പോയാൽ മതി. അപ്പോൾ ബ്രാഹ്മണർ വിവാഹം കഴിച്ചു എന്നുള്ള, ഒരു ബ്രാഹ്മണനെ അവൾ വരിച്ചു എന്നുള്ള അവരുടെ പരാതി, അതിലവർക്കുണ്ടായ പൗരുഷഹീനത്വം, അതിനുവേണ്ടിയും ഇദ്ദേഹം പാഞ്ചാലൻ ഞങ്ങളെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചു, ധൂർത്തനായ പാഞ്ചാലൻ ഞങ്ങളെ ആക്ഷേപിച്ചിരിക്കുന്നു. നിയമം പറഞ്ഞുകൂടാത്ത, മര്യാദയില്ലാത്ത ധൃഷ്ടദ്യുമ്നനും പാഞ്ചാലനും കൂടി ഞങ്ങളെ അവമാനിച്ചിരിക്കുന്നു. പൗരുഷം ഉണർന്നുണർന്ന് വരികയാണ്. പാഞ്ചാലിയെ വേറൊരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ, അപ്പോൾ പിന്നെ ആ സൗന്ദര്യത്തിനോട് ആരാധനയില്ലാതെ നഷ്ടപ്പെട്ട സൗന്ദര്യം ഇല്ലാത്ത സൗന്ദര്യമായി അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പൗരുഷം ഉണർന്നു. അപ്പോൾ അടിമത്തം പോയി. അടിമത്തം പോയപ്പോൾ ചിന്ത വന്നു. ചിന്ത വന്നു പറഞ്ഞ് അവളെ പിടിച്ച് തീയിലിട്ട് ചുടയെന്ന് പറഞ്ഞു. അങ്ങനെയും പറഞ്ഞു. നമ്മൾ ക്ഷത്രിയന്മാരെല്ലാവരും കൂടി സംഘടിച്ചിട്ട് ആ ബ്രാഹ്മണന്മാരെയും കൊല്ലുക, ഈ പാഞ്ചാലിയെ പിടിച്ച് തീയിലിട്ട് ചുടുക. അവർക്ക് കിട്ടിയില്ല, പിന്നെ ചുട്ടുകളയുന്നതല്ലേ പിന്നെ നല്ലത്. പാഞ്ചാലനെയും ധൃഷ്ടദ്യുമ്നെയും പിടിച്ചു കിട്ടുക, ഇത്രയുമായിരുന്നു അവരുടെ തീരുമാനം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ജരാസന്ധൻ വന്നു. ജരാസന്ധൻ വന്ന് വില്ലെടുത്ത് ശിശുപാലൻ്റെ തന്നെ അനുഭവമായി അദ്ദേഹത്തിന്. അപ്പോൾ ജരാസന്ധനെ ശ്രീകൃഷ്ണനെ തോൽപ്പിക്കാൻ വയ്യാതിരുന്നു. ജരാസന്ധൻ്റെ അടുത്തുനിന്ന് ശ്രീകൃഷ്ണൻ തോറ്റോടിപ്പോയവനാണ് എന്നൊക്കെയുള്ള നിരൂപകന്മാരുടെ പരാമർശങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ്. ഈ അർജുനൻ നിഷ്പ്രയാസം ഇടത് കൈകൊണ്ടാണ് വില്ലെടുത്ത് പൊക്കിയത്. വെറുതെ വില്ലെടുത്ത് പൊക്കി അതിൻ്റെ താഴത്തെ തുമ്പത്തൊരു ചവിട്ടിയിട്ട് പെട്ടെന്നത് എൻ്റെ ഞാൻ കെട്ടുകയായിരുന്നു. ഈ ഞാൻ കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് ഞാനിൻ്റെ ഞാൻ വിട്ടുപോയിട്ട് അതിൻ്റെ തുമ്പ് വന്ന് മുഖത്തടിക്കുന്നത്, അല്ലെങ്കിൽ താടിക്കടിക്കുന്നത്. 6 അടിയേക്കാൾ നീളമുണ്ടായിരുന്ന വില്ലാണത്. 8 അടി നീളമാണ് ആ വില്ലിന്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ പൊക്കത്തിനേക്കാളും വലുതാണ്. അതിങ്ങനെ ചാടി പിടിച്ച് വളയ്ക്കണം, അല്ലെങ്കിൽ നടുക്ക് ചവിട്ടിയിട്ട് വളയ്ക്കണം. അപ്പോഴൊക്കെ അടി കിട്ടും. അതാണ് നല്ല വില്ലിൻ്റെ ലക്ഷണം. ഈ അലക്സാണ്ടർ കുതിരയമരിക്കി എന്ന് പറയില്ലേ, കേട്ടില്ല അങ്ങനെ ഒരു കഥ? അതുപോലെയാണ്. അതിൻ്റെ ഒരു മരിങ്ങുണ്ട്, മലയാളത്തിലെ വാക്കാണ് ആ മരിങ്ങ്. ആ മരിങ്ങ് എങ്ങനെ വരും? മരിങ്ങ് നിത്യമായ ശീലം കൊണ്ട് വരുന്നതാണ്. ബ്യൂസിഫാലസ് എന്ന് പേരുള്ള കുതിരയാണത്. ആ കുതിര മരിച്ചപ്പോൾ അലക്സാണ്ടർ കരഞ്ഞു. അത്ര വലിയ ബന്ധമായിരുന്നു ആ കുതിരയും അലക്സാണ്ടറും തമ്മിൽ. അതുപോട്ടെ, ഇങ്ങനെ അടികിട്ടി, ആ അടികിട്ടി തെറിച്ചു പോയവനാണ് ജരാസന്ധൻ. അപ്പോൾ ജരാസന്ധനെ പരാജയപ്പെടുത്തുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം. എതിർക്കും എന്നുള്ളത് വസ്തുതയാണ്. കൃഷ്ണനാൽ അവധ്യനുമാണ്, ബ്രഹ്മാവിൻ്റെ വരമുണ്ട് ജരാസന്ധന്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഒന്നും ചെയ്യാൻ വയ്യാത്തത്. പിന്നെ അത് ലംഘിച്ച് ചെയ്യണം. വരം ലംഘിക്കാൻ പാടില്ല. നിലവിലുള്ള ഒരു പണ്ട് മുതലേ തുടർന്നു പോരുന്ന
ചരിത്രാതീത കാലം മുതലേ തുടർന്നു പോരുന്ന മനുഷ്യജീവിതത്തിൻ്റെ അനാദി മുതലേ തുടർന്നു പോരുന്ന ഒരു വ്യവസ്ഥയാണത്. അപ്പോൾ വ്യവസ്ഥയെ സ്ഥാപിക്കാൻ വരുന്ന ഒരാൾ തന്നെ ആ വ്യവസ്ഥ ലംഘിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കൃഷ്ണന് പാണ്ഡവൻ, അങ്ങനെ ഒരു വാദമുണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ കാലിച്ചക്കൻ ഈ പാണ്ഡവന്മാരോടുള്ള ഒരു അകന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൊണ്ട് സ്വന്തം കാര്യങ്ങൾ കാണുകയായിരുന്നു എന്നാണ് വിമർശനമേ. ആളുകളുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, എനിക്ക് കഴിയില്ല ഈ ആളുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ട്. ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ വില്ലിൻ്റെ അടികൊണ്ട് മറിഞ്ഞു വീണു. ആ വില്ലാണ് അർജുനൻ നിഷ്പ്രയാസമെടുത്ത് കെട്ടി 5 അമ്പാണ് ഒരേ സമയത്ത് ഇങ്ങനെ വെച്ചിട്ട്. 5 അമ്പ് എടുക്കുന്ന ഇതൊന്നും ഇവരാരും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അർജുനൻ ഈ വില്ലെടുത്തതും ആ വില്ല് കെട്ടിയതും അതിലേക്ക് 5 അമ്പ് എടുത്തു വെച്ചതും ആ 5 അമ്പ് വിട്ടതും അവർ കണ്ടില്ല. ഈ ലക്ഷ്യമറ്റ് താഴത്തി വീണപ്പോഴേ അറിഞ്ഞുള്ളൂ. അത്ര വേഗത്തിലായിരുന്നതല്ല. ആ വർണ്ണനയുടെയും ഒരു ഭംഗിയുണ്ട് അതിനകത്ത്. അതൊന്നും കണ്ടില്ല എന്ന് വർണ്ണിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ വേഗത്തെ ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വർണ്ണിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല, കർണനും സാധിച്ചില്ല അത്രയും വേഗത്തിൽ ചെയ്യാൻ. പക്ഷെ കർണൻ ചെയ്തു. ഇത്ര ഭംഗിയായിട്ട് ഇത് ചെയ്തപ്പോൾ ഈ ആയുധാഭ്യാസത്തിന്റെ ഒരു മികവ് കൊണ്ടെങ്കിലും ദുര്യോധനാദികളെ ഇത് അർജുനനായിരിക്കുമെന്ന് തിരിച്ചറിയേണ്ടതല്ലേ? സംശയം ഉണ്ടായിരുന്നു. അത് പിന്നോട് പറയും. എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നല്ല മേക്കപ്പ്മാന്മാർ മേക്കപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലായിപ്പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. നന്നായിട്ട് വേഷം കിട്ടി. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. ഇതാണ് ഈ ഞാണിൻ്റെ തഴമ്പുണ്ടാകും കയ്യിൽ വില്ലാളികൾക്ക്. അത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ, അടുത്ത് നോക്കേണ്ടത്. അതുകൊണ്ടത് മനസ്സിലായില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം കണ്ടപ്പോൾ, ഈ വേഗത കണ്ടപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. കൃഷ്ണൻ അപ്പോഴും പറഞ്ഞു, ഇനി ഒട്ടും സംശയിക്കാനില്ല, ഇത് വന്നിരിക്കുന്നത് അർജുനൻ തന്നെയാണ് എന്ന് ബലരാമനോട് പറഞ്ഞു. ബലരാമൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ഇതാണ് അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾക്ക് ഒരു ഹാനിയും പറ്റിയിട്ടില്ലല്ലോ, ആ ഹാനി പറ്റുകയില്ലെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഉറപ്പില്ല. ഇങ്ങനെ ജരാസന്ധനും പോന്നു. ജരാസന്ധൻ അവിടെ നിന്നില്ല. എന്താണ്, മഗധ രാജ്യത്തിൻ്റെ അധിപതി അഖില ഭാരത പ്രസിദ്ധനാണ്. അവിടെ നിന്നില്ല അദ്ദേഹം. വലിയ കുറച്ചിൽ തോന്നി അദ്ദേഹത്തിന്. അങ്ങനെ പോന്നു. അങ്ങനെ അടി കൊടുക്കത്തക്ക വിധത്തിൽ നിർമ്മിച്ചു വച്ചിരിക്കുകയാണ് ഈ വില്ല്. ആ നിർമ്മാണത്തിൽ അങ്ങനത്തെ പല സൂത്രപ്പണികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടി കിട്ടിയിരിക്കുമ്പോൾ നമ്മൾ തൊട്ടാൽ ആ തരത്തിലാണ്. അത്രയ്ക്ക് വിദഗ്ധനായ ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനൊക്കൂ. അത് വളരെ വേഗത്തിൽ ചെയ്തു. ഞാൻ കെട്ടിയതറിഞ്ഞില്ല, അതിലേക്ക് 5 അമ്പ് എടുത്ത് വെച്ചതറിഞ്ഞില്ല, അത് അയച്ചതറിഞ്ഞില്ല. കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിനകത്താണ് ലക്ഷ്യമിരിക്കുന്നത്. ലക്ഷ്യമെന്നേ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് കിളിയാണോ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കൃത്രിമമായ സാധനം. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിനകത്തേക്ക് ആ യന്ത്രത്തിൻ്റെ വിടവ് നോക്കി 5 അമ്പ് ഒപ്പം ചെയ്ത് അതിൽ കൊള്ളിച്ചപ്പോൾ ഇതിൻ്റെ ഈ ചെന്ന അമ്പിൻ്റെ ശക്തി കൊണ്ട്, അതിൻ്റെ പ്രയോഗത്തിൻ്റെ ഊക്ക് കൊണ്ട് അത് മുറിഞ്ഞു താഴ്ത്തു വീണമെന്നുള്ളത് ഈ പ്രതിജ്ഞയിലില്ലാത്തതാണ്, ശുൽക്കത്തിലില്ലാത്തതാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ എല്ലാവരും കലഹിച്ച് ഇടഞ്ഞ് ഇറങ്ങിപ്പോവുകയും, ക്ഷത്രിയന്മാരെല്ലാവരും സംഘടിച്ച് ഇറങ്ങിപ്പോവുകയും ബ്രാഹ്മണരെല്ലാവരും കൂടി ആർത്ത് അട്ടഹസിക്കുകയും അവർ ഈ മാൻതോലാർന്ന അവരുടെ ഉത്തരീയമെടുത്ത് വീശുകയും ഈ അധ്യായ കിണ്ടി എടുത്ത് പൊക്കി കാണിക്കുകയും ചെയ്ത് തുള്ളി തുള്ളി എന്ന് തിരിച്ചും പറയാമെങ്കിൽ, മറ്റേത് പിടിച്ചു കിട്ടി എന്ന് പറയുന്നത് പോലത്തെ അഭംഗി അതിന് വരില്ല. അങ്ങനെ ബഹളമായി. പൗരന്മാരും കിടന്ന് തിമിർക്കാൻ തുടങ്ങി. ഈ ബഹളം കൊണ്ട് ആളുകൾക്ക് തമ്മിൽ കാണാൻ വയ്യാതെ പൊടി പൊങ്ങിട്ടേ ആരെവിടെയുണ്ട് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ പൊടിപടലത്തിൽ മുങ്ങി ആ ജനക്കൂട്ടം മുഴുവനും. ആനപ്പന്തിയും കുതിരപ്പന്തിയും എല്ലാം, തേരുകളും ഒക്കെ. തേരുകളുടെയൊക്കെ നിറം മാറി. എന്തുകൊണ്ടാണ്? ഈ പൊടി പൊങ്ങി അതിൽ പറ്റിപ്പിടിച്ച് എല്ലാം വ്യത്യസ്തമായി അങ്ങനെ പൊടിയിൽ കുളിച്ചു. അപ്പോൾ ആ വർണ്ണനയുടെ സവിശേഷതയാണത്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി തീരുമാനിച്ചു, നമ്മളെ വിളിച്ച് അപഹസിക്കുകയായിരുന്നു, പരിഹസിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇതിന് പ്രതികാരം ചെയ്തിട്ടേ പോകാവൂ.
നാം വെറുതെ പിരിഞ്ഞു പോകരുത്. ഉടനെ എല്ലാവരും യുദ്ധസന്നദ്ധരായി. അതിൽ പാഞ്ചാലൻ ഒന്ന് പരിഭ്രമിക്കുകയും ചെയ്തു. കാരണം ഇങ്ങനെ ഒരു ബ്രാഹ്മണ കുമാരൻ വന്നിട്ട്, ഒരു ബ്രാഹ്മണ യുവാവ് വന്നിട്ട് തൻ്റെ പുത്രിയെ വില്ലു കുലച്ച് വിവാഹം കഴിക്കും എന്ന് അദ്ദേഹം ധരിച്ചിട്ടില്ല. വില്ല് കുലച്ച ഉടനെ പാഞ്ചാലി ഓടിച്ചെന്ന് അർജുനൻ്റെ കഴുത്തിൽ മാലയിടുകയും ചെയ്തു. അപ്പോൾ വരണവും കഴിഞ്ഞു പോയി. വരിക്കുക എന്ന് പറയുന്ന ചടങ്ങ് നടന്നു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാത്തിരുന്നത് പോലെയാണ്. വില്ല് കുലച്ചു തീർന്നില്ല, മാല കഴുത്തേ കൊണ്ട് കഴിഞ്ഞു. ഓടിച്ചെന്ന് മാലയിട്ടു. പാഞ്ചാലിക്ക് മനസ്സിലായിട്ടല്ല, ഇത് അർജുനാണെന്ന് മനസ്സിലായിട്ടല്ല. എങ്കിലും ആ വീര്യത്തിൻ്റെ പ്രസ്രവണം കണ്ട്, വീര്യപ്രസ്രവണത്തിൽ ആകൃഷ്ടയായി ഈ കാന്തം ഇരുമ്പ് പൊടിയെ വലിച്ചടുപ്പിക്കുന്നത് പോലെ അർജുനനിലേക്ക് പാഞ്ചാലി വലിച്ച് അടുപ്പിക്കപ്പെട്ടു. അപ്പോൾ വരണവും കഴിഞ്ഞു. അവർ യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ ഇവരോട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു പാഞ്ചാലന്. അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങ് യുദ്ധം ചെയ്യേണ്ടത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഈ ഇവരുടെ ക്ഷത്രിയന്മാരുടെ രാജാക്കന്മാരുടെ ഇളക്കം കണ്ടപ്പോൾ, ദുര്യോധനനും ഇളകി നിൽക്കുകയാണ്. ഇളക്കം കണ്ടപ്പോൾ ഭീമൻ പന്തലിനകത്ത് തന്നെ നിന്നിരുന്ന, ഇന്നാണെങ്കിൽ നമ്മളത് വെട്ടിക്കളഞ്ഞിട്ട് പന്തലിടും, മരം വെട്ടിക്കളഞ്ഞിരുന്നില്ല, പന്തലിനകത്ത് തന്നെ നിന്നിരുന്ന ഒരു ചെറിയ മരം കൊണ്ട് പറിച്ചെടുത്തിട്ട് അതിന്മേൽ കാല് ചവിട്ടിയിട്ട് അതിൻ്റെ ഇലയെല്ലാം ഊർത്തി കളഞ്ഞിട്ട് ആ മരവിങ്ങെടുത്ത് അടിയങ്ങ് തുടങ്ങി കയറി. അടിക്കുന്ന കൂട്ടത്തിൽ കണ്ണിൽ കണ്ട തേരുകളൊക്കെ കാലുകൊണ്ട് ചവിട്ടി മറിക്കും. അപ്പോൾ അത് മറിഞ്ഞു വീണ് ചില രാജാക്കന്മാർ ചാവും. ആനകളെ ഇളക്കി ഓടിച്ചു. അപ്പോൾ ആന കുത്തിയും ആന ചവിട്ടിയും കുറേ ആളുകളെ കൊല്ലും. ഇങ്ങനെ അതിയായ അക്രമം, ഈ ക്രോധം. എവിടെ നിന്നാണ് ഈ ക്രോധം വരുന്നത്? ഈ അരക്കില്ലത്തിൽ ഇട്ട് ചുട്ടതിൻ്റെ ക്രോധമാണ് ഈ കാണിക്കുന്നത്. കൗരവന്മാരെയെല്ലാം അദ്ദേഹം തല്ലി ഓടിച്ച് കിട്ടിയ തേരുകളിൽ കയറി ഓടി. കർണനും ഓടി, ദുര്യോധനനും ഓടി, വികർണനും ഓടി, ദുശാസനനും ഓടി. വെറുതെ മണ്ണിക്കൂടി ഓടിയ ആളുകളുണ്ട്. സാല്വരാജാവ് ഉണ്ടായിരുന്നു, സാല്വരാജാവും ഓടി. ദ്രോണർക്കിട്ടും ഒരടി കൊടുത്ത് ഭീമൻ ഈ മരം കൊണ്ട്. ഇരിക്കട്ടെ ആശാനിട്ട് വരണം എന്ന് കരുതി കൊടുത്തരണം. ദ്രോണരും പാഞ്ഞു പോവുകയായിരുന്നു. കാരണം ദ്രോണർക്കറിയാം ഈ ചെയ്തതൊക്കെ മര്യാദകേടായിപ്പോയി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം വരേണ്ട കാര്യമില്ല, നിർബന്ധിച്ച് കൊണ്ടുവന്നാണ് ദുര്യോധനനെ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിർദ്ദേശം ചോദിക്കാൻ ഒരാൾ എന്ന നിലയിൽ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ അടിച്ചങ്ങ് തകർത്തു. യുദ്ധത്തിൽ ഇവരെല്ലാവരും തോറ്റു. ഇവർ രണ്ടുപേരും മാത്രമേ യുദ്ധത്തിൽ പങ്കെടുത്തുള്ളൂ, സൈന്യം പങ്കെടുത്തില്ല. പാഞ്ചാലൻ്റെ സൈന്യം പങ്കെടുത്തില്ല. പങ്കെടുക്കാത്തതായിട്ടാണ് വർണ്ണന.